ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അർണൂസ് കിച്ചൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തെ ഔഷധ കഞ്ഞിയായിട്ടാണ്. അപ്പോൾ ഇത് പലയിടത്തും പല രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം രാത്രിയാണ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. ഉലുവ എടുത്ത്, ഉലുവയാണ് കൂടുതൽ എടുക്കുന്നത്. കുറച്ച് പച്ചരി, പിന്നെ ധാന്യങ്ങൾ ഇടുന്നുണ്ട് ഞാൻ, ചെറുപയർ, കടല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാത്രമേ നിങ്ങൾ ചെറുപയറും കടലയോ ഒക്കെ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഉലുവയും പച്ചരി മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ ഇത് രാത്രി ഞാൻ ഫുൾ നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് കുതിർത്ത് വെച്ചതാണ്. ഇത് ദിവസം രാവിലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ നമുക്കിത് 2 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കടലൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പലയിടത്തും വെറും പച്ചരിയും ഉലുവയും മാത്രമാണ് ഉലുവക്കഞ്ഞിക്ക് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലാണ്. ഇനി കുറച്ചും കൂടി വേകണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ മൺചട്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്നുകൊണ്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൺചട്ടിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി വെന്ത് കിട്ടണം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഔഷധ കഞ്ഞി കൊണ്ട് നമുക്ക് കർക്കിടക മാസത്തിലാണ് മെയിനായിട്ട് ഔഷധ കഞ്ഞി ഉണ്ടാക്കുക. നമ്മുടെ ശരീര ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. നടുവേനക്കൊക്കെ നല്ല ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ് ഔഷധ കഞ്ഞി. അപ്പോൾ അതെല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാനെങ്ങനെ ഉണ്ടാക്കിയത് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ശർക്കര വെച്ച വെള്ളം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഒഴിക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്ത് അധികം മധുരം ഉപയോഗിക്കുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ ഇതിനകത്ത് ചെറുപയറും കടലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കയ്പ്പ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇതിനകത്ത് മധുരം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ഇതിനാവശ്യത്തിന് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങയുടെ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതിനു വേണ്ടിയാണ് ഞാനിത് തേങ്ങ ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്കിനി കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉലുവ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും. ഞാൻ അടി പിടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മുടെ കഞ്ഞി നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കാരണം ഈ മധുരമൊക്കെ ഇതിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ സിമ്മിലിട്ടാണ് ഞാൻ ഇത് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഉലുവക്കഞ്ഞിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.